ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരുങ്ങി കിട്ടി പോകുന്നത് ഞങ്ങൾ വയനാട്ടുകാരുടെ ഏറ്റവും വലിയ വികാരമായിട്ടുള്ള വള്ളിയൂർക്കാവ് ഉത്സവത്തിലാണ്. മീനമാസം 1-ാം തീയതി തൊട്ട് തുടങ്ങി 14-ാം തീയതി ആയിട്ട് ഇത് അവസാനിക്കുക. അപ്പോൾ ഇന്ന് 14-ാമത്തെ ദിവസമാണ്. ഇവിടെ നല്ല തിരക്കുണ്ടാവും, അടിയറയൊക്കെയുള്ള ദിവസം കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ കാവിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അന്നേരം വള്ളിയൂർക്കാവിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഗോത്രവർഗ്ഗക്കാരുടെ ഉത്സവമായിട്ടാട്ടോ കണക്കാക്കുന്നത്. പണ്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കുള്ള വാളുകൊണ്ട് വെളിച്ചപ്പാട് പോകുന്ന വഴിക്ക് കബനി നദിക്കരയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വാൾ അപ്രത്യക്ഷമായി. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഒരു ഇടയനാണ് ഒരു വള്ളിയിൽ തൂങ്ങിയിട്ട് വാൾ കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ അത് എത്ര എടുക്കാൻ നോക്കിയിട്ടും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയ സമയത്താണ് അറിയുന്നത് പിന്നെ അമ്മയ്ക്ക്, അതായത് ദേവിക്ക് ആ ഒരു 3 ദിക്കിലായിട്ട് തന്നെ കുടികൊള്ളാനാണ് ആഗ്രഹമെന്ന്. അങ്ങനെയാണ് അവിടെ വള്ളിയൂർക്കാവിൽ ദേവി കുടികൊണ്ടതെന്നാണ് ചരിത്രം പറയുന്നത് കേട്ടോ. പിന്നെ ഒരു സന്തോഷത്തിനെക്കാട്ടി കൂടുതൽ ഇടയ്ക്ക് സങ്കടം വരും. കാരണം പണ്ട് ആദിവാസികളെ ഇവിടെ അടിമകളായിട്ട് കണക്കാക്കി പ്രതിജ്ഞ ചെയ്യിപ്പിച്ച് ജന്മികൾ വിൽക്കുന്നൊരു ഉത്സവം കൂടിയായിരുന്നു ഇവിടെ കേട്ടോ. അതൊക്കെ പണ്ടാണ്, ഇപ്പോൾ വേറെ വൈബാണ് കേട്ടോ വള്ളിയൂർക്കാവ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര അടിയറ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കും ഭയങ്കര തിരക്കുമാണ്. ഞങ്ങൾ 1.5 കിലോമീറ്റർ ഇപ്പുറത്ത് വണ്ടി വെച്ചിട്ടാണ് നടന്നങ്ങ് എത്തിയത്. പകലൊക്കെ ഇഷ്ടം പോലെ വള്ളിയൂർക്കാവിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു വയനാട്ടുകാരിയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്ര തിരക്ക് ഞാൻ എൻ്റെ ലൈഫിലിവിടെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ അമ്മേനെയൊക്കെ കയറി തൊഴുതു, അവിടുന്ന് പായസമൊക്കെ കുടിച്ചിറങ്ങി. അങ്ങനെ ഒരുപാട് അടിയറ കണ്ട് എന്തോ ഒരു ഫീലാട്ടോ ഇതൊക്കെ കാണുമ്പോൾ.